ഉണ്ണിമാഷിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വാവിട്ട് നിലവിളിച്ച അധ്യാപകനെ. അദ്ദേഹത്തിൻ്റെ കുട്ടികളെന്ന് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ഉണ്ണിമാഷും കുട്ടികളും ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. അലക്സ് റാം മുഹമ്മദ് അവരുമായി സംസാരിക്കുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ്, യഥാർത്ഥത്തിൽ ഉണ്ണിമാഷിനെ കേരളം ഒരിക്കലും മറക്കില്ല. ചോരകിനിയുന്ന ആത്മാർത്ഥതയോടെ ഈ വെള്ളാർമല സ്കൂളിൽ പ്രവർത്തിച്ച പ്രധാന അധ്യാപകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂരലമല മുണ്ടക്കൈയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഉണ്ണിമാഷും നമ്മുടെ മനസ്സിൽ തെളിയും. എസ് കെ നിസ്സംശയം പറയാം. എസ് കെ ഗുഡ് മോർണിംഗ്. എസ് കെ ഒരു ഇരുൾക്കാലത്തിൻ്റെ അതിജീവനമാണ് അതാ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കടക്കമുണ്ട്. ഉണ്ണിമാഷിനെ ഞാൻ വയനാട് പോയി കണ്ട ആളാണ്. ഉണ്ണിമാഷിനോട് ഞാൻ സംസാരിച്ച ആളാണ്. ഉണ്ണിമാഷിൻ്റെ അന്നത്തെ അവസ്ഥ, ഉണ്ണിമാഷിൻ്റെ മാത്രമല്ല വെള്ളാർമല സ്കൂളിലെ അധ്യാപകരുടെയൊക്കെ കാര്യം അന്ന് നമ്മൾ കണ്ടതാണ്. അവരോടൊക്കെ ഞാൻ സംസാരിച്ച ഒരാളാണ്. ഇന്ന് അവരിവിടെ വരുമ്പോൾ, ഇന്ന് പുലർച്ചെയാണ് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ് കെ ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ ഒരു നൃത്തശില്പം, വെള്ളാർമല സ്കൂളിൻ്റെ അതിജീവനത്തിൻ്റെ, കുട്ടികളുടെ ഒരു കരുത്തിൻ്റെ, ആ നാടിൻ്റെ ഒരു കരുത്തിൻ്റെ ഒരു നൃത്തശില്പം അവർ അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഉണ്ണിമാഷ് നമുക്കൊപ്പം, ഞാൻ പറഞ്ഞതുപോലെ പുലർച്ചെയാണ് എത്തിയത് അല്ലേ? പക്ഷേ മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ ഇതിലേക്കുള്ള ഒരു വരവ് അത് എല്ലാവർക്കും ഒരു അതിജീവനം നൽകുന്ന ഒരു പാതയിലൂടെ ആയിരുന്നില്ലേ? അതെ. അതായത് ഇവരുടെ മനസ്സിലുണ്ടായ മുറിവ് ചെറുതല്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരുന്നു ഇത്. ഇവരെല്ലാം ഫ്ലഡ് അഫക്റ്റ് ചെയ്ത കുട്ടികളാണ് ഇവരെല്ലാവരും. അപ്പോൾ അവർക്ക് വലിയൊരു, ഇവരിന്ന് സന്തോഷിക്കുന്നത് ഇപ്പോഴാണ്, ചിരിക്കുന്നത്, മനസ്സ് തുറന്ന് ചിരിക്കുന്നതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴുള്ള ഞങ്ങളുടെ ഒരു സന്തോഷം ചെറുതല്ല. അന്ന് മാഷോട് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, ഇനിയുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കുട്ടികളുടെ മനസ്സിലേക്ക് മുറിവുണക്കുക, അവരെ ലൈഫിലേക്ക് കൊണ്ടുവരിക, അവരെ എത്രയും പെട്ടെന്ന് ആക്റ്റീവായി എടുക്കുക എന്നുള്ളതാണ്. അതിന് ശ്രമകരമായ ഒരു ജോലിയായിരുന്നില്ല ഈ കഴിഞ്ഞ 5 മാസക്കാലം അവിടുത്തെ അധ്യാപകരും നാട്ടുകാരും ഒക്കെ ചേർന്ന് മണിക്കൂറും വർക്ക് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ പരിപൂർണ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളെ ചേർത്ത് നിർത്തുകയായിരുന്നു. ആ ഒരു ചേർത്ത് നിർത്തൽ തന്നെയാണല്ലോ ഇതും. ഇത്രയും വലിയൊരു വേദിയിൽ ഞങ്ങളെയും ചേർത്ത് നിർത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തന്നെ DG ഷാനവാസ് സാറ്. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ DD ശശീന്ദ്ര വ്യാസ് സാറ്, DO ശരത്ചന്ദ്ര സാറ്, ഇവരൊക്കെ നിരന്തരം സ്കൂളിലുണ്ട്, ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഫ്ലഡ് അഫക്റ്റഡായ കുട്ടികളെ ഈ മേളകളിലൊക്കെ പങ്കെടുപ്പിക്കണം. അതാണ് ഏറ്റവും വലിയൊരു മെൻ്റൽ ചേഞ്ച്. അപ്പോൾ അത് ഞങ്ങൾ അനുസരിക്കുകയും 97 കുട്ടികളെ, ഫ്ലഡ് അഫക്റ്റായ 97 കുട്ടികളെ ഞങ്ങൾ ഈ മേളകളിലെല്ലാം പങ്കെടുപ്പിച്ചു. അതൊരു വലിയ മാറ്റമായിരുന്നു. അതിവരിൽ കാണാനുണ്ട്. ഇപ്പോൾ തർക്കമില്ലാത്ത മാറ്റമാണ്. പക്ഷേ 97 കുട്ടികൾ നമ്മൾ അവരുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി ഇത്തരം കായിക കലാപ്രകടനങ്ങളിൽ അവരെ കൊണ്ടുവന്ന് അവരെ കൃത്യമായി ആക്റ്റീവാക്കി, ലൈവാക്കി, അതിൽ നിന്നും ഒരു സംഘത്തെ നമ്മൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റ് അധ്യാപകരൊക്കെ നാടകവും വരുന്നുണ്ട്. നാടകം മത്സര ഇനമായി വരുന്നുണ്ട്. മത്സര ഇനമായിട്ട് വരുന്ന നാടകം. ഞാൻ മനസ്സിലാക്കുന്നത് നാടകത്തിലെ ഒരു ബെസ്റ്റ് ആക്ടർ അടക്കമുണ്ട് ഈ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ട്. പെട്ടു മണ്ണിനടിയിൽ നിന്ന് പൊക്കിയെടുത്ത കുട്ടിയാണ്. അവനാണ് ജില്ലയിലെ ബെസ്റ്റ് ആക്ടറായത്. നാടകം എന്നാ മത്സര ഇനം എന്നാണ്? നാടകം 7-ാം തീയതി. മറ്റ് അധ്യാപകരെല്ലാവരും എത്തുന്നുണ്ടോ? എല്ലാവരും അടുത്ത സംഘം വരുമ്പോൾ മറ്റുള്ളവരും എത്തുന്നുണ്ട്. പക്ഷേ ഒരു സന്തോഷത്തിൻ്റെ ഒരു നാമ്പ് അവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? എല്ലാവരും ഇവരൊന്നും ഓക്കെ ആയിട്ടില്ല. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അറിയാം ഇവർ ഇടയ്ക്കിടയ്ക്ക് അബ്സെൻറ്റ് മൈൻഡ് ആവുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ പരമാവധി ഇവരെ കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും ഇപ്പോൾ നൈറ്റ് ബാച്ച് അടക്കം ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അധ്യാപകർ മാത്രമല്ല, മലയാളം ഒന്നാകെ വെള്ളാർമലയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതാ മക്കളുണ്ട്. എങ്ങനെയുണ്ട്? എത്ര ദിവസമായി പ്രാക്ടീസിലാണ്? ഞങ്ങൾ 10 ദിവസമായിട്ട് പ്രാക്ടീസിലാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ സബ് ജില്ലയിലും കളിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട്. ഋഷിക. പിന്നെ ബാക്കി കൂട്ടുകാരൊക്കെ? കൂട്ടുകാർ പെര, വൈഗ, അഞ്ചൽ, അതേപോലെ തന്നെ എന്താണ് ശിവപ്രിയ, സാധിക, വീണ. മാഷ് പറഞ്ഞ പോലെ സങ്കടമൊക്കെ മാറി തുടങ്ങിയോ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. എന്നാലും സാർമാരൊക്കെ കൂടെ വെക്കുമ്പോൾ ഒരു കരുതലായിട്ട് പോകുന്നുണ്ട്. SK 7 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. മോളുടെ പേരെന്താ? വൈഗ. എങ്ങനെയുണ്ട്? പഠിച്ചുവല്ലോ? പഠിച്ചു കഴിഞ്ഞു. സബ് ജില്ലയിലൊക്കെ കളിച്ചതുകൊണ്ട് പ്രാക്ടീസൊക്കെ കുറേ കിട്ടി. അതുകൊണ്ട് നല്ലോണം കളിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. നല്ല കോൺഫിഡൻസിലാണ്. നമ്മുടെ പാട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിൻ്റെ, നമ്മുടെ നാടിൻ്റെ അതിജീവനത്തിൻ്റെ പാട്ടാണ് മാഷ് കമ്പോസ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നടന്ന ഓരോരോ കാര്യങ്ങളും സ്കൂളിൻ്റെ നിർമ്മാണം മുതലുള്ള ഓരോ കാര്യങ്ങളുമാണ് ആ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ നൃത്തശില്പം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെ, ഞങ്ങൾ വലിയൊരു വേദിയല്ലേ,
ലോകം മുഴുവൻ അറിയുക. അപ്പോൾ നാളത്തെ കുട്ടികൾക്ക് അതൊരു പാഠമാവുക. നാളത്തെ കുട്ടികൾ, നാളത്തെ തലമുറ പറയണം, തകർന്നടിഞ്ഞതിൽ നിന്നും ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിലെത്തി. അത് തന്നെയാണ് ഞങ്ങൾ ലോകത്തോട് പറയാനുള്ളത്. ഈ നൃത്തശില്പം തയ്യാറാക്കി അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാക്കി കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന അധ്യാപകൻ നമുക്ക് ഇപ്പോൾ മാഷയുടെ പേര് അനിൽ വെട്ടിക്കാട്ടിരി. മാഷ എങ്ങനെയുണ്ട് അവരെ മാറ്റിയെടുക്കാൻ, അവർ മെന്റലി പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചു? മെന്റലി പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പോയിട്ട് അവരെ ചിരിപ്പിക്കാനുള്ള ഒരു സമയം, ഞാൻ പൊതുവേ തമാശ പറയുന്ന ഒരാളാണ്. അപ്പോൾ അവരെ 7 ആളെയും കൂടെ ചിരിപ്പിച്ചിട്ട് നമ്മുടെ ഡാൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമ്മൾ ഈ വരികൾ കാണുമ്പോൾ, തൃശ്ശൂർ നാരായണൻകുട്ടി മാഷാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വരികൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അനുഭവിച്ച് വന്നിട്ടുള്ള കല്ലുകൾ, ഇവരെന്നോട് ഓരോ ക്ലാസ്സിൽ വരുമ്പോഴും പറയുന്ന കാര്യങ്ങൾ, കല്ലുകൾ പൊട്ടി വരുന്ന, തമ്മിൽ കൂട്ടി വരുന്ന ശബ്ദങ്ങളും മരങ്ങൾ തമ്മിൽ കൂട്ടി മുട്ടുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെയാണ് ഇവർ കേൾക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ പ്രാക്ടീസ് കൊടുക്കുമ്പോഴും നമ്മളിതിൽ അറ്റ കൈക്കാലുകൾ, ജീർണിച്ചൊരുടലുകൾ എന്നാണ് ഒരു വരികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഉള്ളിലേക്ക് ശരിക്കും നമുക്കൊരു പ്ലസൻ്റ് ഒരു അങ്ങനെ ഒരു ഫേസ് അല്ല നമ്മൾ കാണുന്നത്. എപ്പോഴും ഇവരുടെ ഉള്ളിൽ ആ ഇടി പൊട്ടലും ഈ ശബ്ദങ്ങളൊക്കെ തന്നെ ഇവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ ചിരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവരെ, നമുക്കൊരു സാധാരണ ഒരു അധ്യാപകൻ ചെല്ലുമ്പോൾ അടിക്കല്, ചീത്ത പറയല്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ളതല്ല. ഞാൻ ഇവരെ ആദ്യം ചിരിപ്പിക്കുക ചെയ്യുക. അപ്പോൾ ഇവരെ എങ്ങനെയും മൈൻഡ് മാറ്റി ഇതിലേക്ക് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനാണ് എപ്പോഴും നോക്കുക. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ ആ സീൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ശരിക്കും ഒരു നൃത്തമായിട്ടല്ല ഞാൻ എന്നെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു വിഷ്വൽ സിനിമ നമ്മൾ കാണുന്ന പോലെ അതുപോലെയാണ് ഇതിനെ ഞാൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് ഇവർ വരുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഇവർ അവരുടെ അനുഭവങ്ങളാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ മാഷ് അതുപോലെ തന്നെ തൃശ്ശൂർ നാരായണൻകുട്ടി മാഷ് നന്നായിട്ട് അതിൻ്റെ വരികൾ എഴുതിയത് കാരണം എനിക്കും അതിലേക്ക് കയറി വരാൻ പറ്റി. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒരു സഹകരണം, കൂടുതൽ അധ്യാപകരും നമ്മളോട് സഹകരിച്ചു. രക്ഷിതാക്കളാണെങ്കിലും ഈ കുട്ടികളാണെങ്കിലും. പിന്നെ ഞാൻ മലപ്പുറത്തുനിന്ന് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്നത് 12 മണിക്കാണ്. പിന്നെ കിട്ടുന്ന ഒരു 6:30 വരെയാണ് ഇവരെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ വരും. ആ തണുപ്പിൻ്റെയൊക്കെ ഇടയിലൂടെ ഇവർ വന്നിട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് എടുക്കുന്നത്. പക്ഷേ നൃത്തവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുട്ടികളാണ്. ഒരു സംഘനൃത്തം നമ്മൾ പ്രാക്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നൃത്താധ്യാപകൻ ചെല്ലുമ്പോൾ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചവരുണ്ടോന്ന് സെലക്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഇപ്പോൾ എങ്ങനെ ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കുട്ടികളെ നമ്മൾ ഈ ഒരു സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവരോട് പറയാനുള്ളത്. എന്താണെങ്കിലും ഇത് കണ്ടറിയുക. വളരെ സന്തോഷം. ഒരു നുറുങ്ങുന്ന വേദനയാണ്. കുട്ടികൾ അവരുടെ അനുഭവം പറയുക എന്നുള്ളത് തന്നെ മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ കല്ലുകൾ കൂട്ടിയുറയുന്ന ശബ്ദവും ഈ മല ഇടിഞ്ഞു വരുന്ന ശബ്ദവും ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. അതിൽ നിന്ന് അവരുടെ ഒരു വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മോളോട് ഞാൻ സംസാരിച്ചു. അവരുടെ മേക്കപ്പ് നടക്കുകയാണ് രാവിലെ തന്നെ. എസ്കേൻ അവർക്ക് 9 മണിയോടുകൂടി അവർക്ക് പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. റെഡിയല്ലേ? പൊളിക്കില്ലേ? എസ്കേൻ അവർ റെഡിയാണ്. എല്ലാവരും റെഡിയായി നിൽക്കുന്നു. എന്താണെങ്കിലും പ്രധാനപ്പെട്ട ഈ 1ാം വേദിയിലെ ഉദ്ഘാടന ചടങ്ങ് കാണാം. അതിൽ വെള്ളാർമലയുടെ അതിജീവനം. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ മലമുടിയിൽ നിന്ന് മരണം പെയ്തിറങ്ങിയ ആ രാത്രിയിൽ വെള്ളാർമല സ്കൂളിൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്താണ് ഉരുൾപൊട്ടൽ അരങ്ങേറിയത്. ഒരുപക്ഷെ കൂടെ ഇന്ന് പഠിച്ചവർ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയാകുന്നു. ഒരുപക്ഷെ നമുക്ക് ആ സ്കൂളിൻ്റെ അകത്തൊക്കെ ഞാൻ കയറിപ്പോയതാണ്. നമുക്ക് പോലും അത് താങ്ങാൻ കഴിയില്ല. എത്രയോ കുട്ടികളാണ് ഇല്ലാതായത്. ഓർമ്മകളിൽ മരണം മഞ്ഞു പെയ്യുന്ന ഒരവസ്ഥ ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഈ സ്കൂളിലെ കുട്ടികൾ ഈ സംഘനൃത്തവുമായി വേദിയിലേക്ക് വരുമ്പോൾ കേരളം മുഴുവൻ ഈ അതിജീവനത്തിന് വേണ്ടി ഈ കുട്ടികൾക്കുണ്ടാകും, ഒപ്പമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വെള്ളാർമല നമ്മുടെ മനസ്സിൽ ഏറ്റവും നടുക്കുന്ന ഓർമ്മയാണ്. ആ ഓർമ്മകൾ കടന്നു പോകാൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ എന്നാണ് നമ്മുടെ ആശംസ.